വേഗം വരുന്നവരായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദൈവം തന്റെ ദൂതനെ അയക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം 7 വാക്യം. എന്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിന്റെ ദൈവമായ യഹോവ എന്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുൻപായി തന്റെ ദൂതനെ അയക്കും. കർത്താവ് നിങ്ങൾക്ക് മുൻപായി ഒരു ദൂതനെ അയക്കും. അവന് 1000-10,000 ദൂതന്മാരുണ്ട്. തന്റെ രക്ഷയെ അവകാശമാക്കിയവർക്കായി അവൻ ആ ദൂതന്മാരെ ശുശ്രൂഷാത്മാക്കളായി നൽകും. തന്റെ മകനൊരു വധുവിനെ കണ്ടെത്താൻ അബ്രഹാം ആഗ്രഹിച്ചു. കാനാന്യ സ്ത്രീകളുടെ ഇടയിൽ നിന്ന് ഒരാളെ എടുക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് അവൻ തന്റെ മകന് അനുയോജ്യമായ ഒരു വധുവിനെ കണ്ടെത്താൻ തന്റെ വീട്ടിലെ ഏറ്റവും മുതിർന്ന വേലക്കാരനായ എലിയാസറിനെ അയച്ചത്. എലിയാസർ വിശ്വസ്തനായ ഒരു ദാസനായിരുന്നു. ഈ നിയമത്തിൽ താൻ അസ്വസ്ഥനാണെന്ന് അബ്രഹാമിന് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് അവൻ എലിയാസറിനെ ബലപ്പെടുത്തിയത്. ദൈവം തന്റെ ദൂതനെ നിനക്ക് മുൻപായി അയച്ച് അവിടെ നിന്ന് എന്റെ മകനൊരു ഭാര്യയെ എടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ദൂതൻ എലിയാസറിന് മുൻപേ പോയി. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നല്ല സ്വഭാവവും സൗന്ദര്യവുമുള്ള ഒരു വധുവിനെ തെരഞ്ഞെടുക്കാൻ അവന് കഴിഞ്ഞു. കർത്താവിൽ നിന്നുള്ളതിനാൽ എല്ലാം തികഞ്ഞ രീതിയിൽ സംഭവിച്ചു. അതിനാൽ നിങ്ങളുടെ മുൻപിലുള്ള ഏത് ജോലിയാണെങ്കിലും അത് പ്രാർത്ഥനയോടെ ചെയ്യുക. കർത്താവ് തന്റെ ദൂതനെ നിങ്ങളുടെ മുൻപിൽ അയക്കും. എല്ലാ യാത്രകളിലും ദൈവദൂതൻ നിങ്ങളെ നയിക്കും. നിങ്ങളുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന തടസ്സങ്ങൾ എന്തായിരുന്നാലും ആ തടസ്സങ്ങളെല്ലാം ഭേദിക്കാൻ കർത്താവ് തന്റെ ദൂതന്മാരെ അയക്കും. കർത്താവ് തന്റെ ദൂതനെ നിങ്ങളുടെ മുൻപിൽ അയക്കുക മാത്രമല്ല ചെയ്യുക, എന്നാൽ അവൻ തന്റെ സാന്നിധ്യം നിങ്ങളുടെ മുൻപിൽ അയക്കും. മോശെ മരുഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് മോശയെ സ്നേഹത്തോടെ നോക്കി പറഞ്ഞു, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ വരും, ഞാൻ നിനക്ക് വിശ്രമം നൽകുമെന്ന്. ഇത് പുറപ്പാട് പുസ്തകം 33 അധ്യായം 14 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. ഒരുപക്ഷെ മോശെ ഫറവോന്റെ കൊട്ടാരത്തിൽ രാജകുമാരനായി തുടർന്നിരുന്നുവെങ്കിൽ രഥങ്ങളും കുതിരകളും അദ്ദേഹത്തിന് മുൻപേ പോകുമായിരുന്നു. അദ്ദേഹത്തിന് രാജകീയ ബഹുമതി ലഭിക്കുമായിരുന്നു. എന്നാൽ മോശ ദൈവത്തിന്റെ ദാസനായപ്പോൾ അതിനേക്കാൾ വലിയ ബഹുമതി ലഭിച്ചു. ദൂതന്മാരും ദൈവത്തിന്റെ സാന്നിധ്യവും അവന് മുൻപായി പോയി. മേഘസ്തംഭം അവന്റെ മുൻപിൽ ചെന്നു. അഗ്നിസ്തംഭം അവനെ നയിച്ചു. തൽഫലമായി മോശയ്ക്ക് വിശ്രമവും ദൈവിക സമാധാനവും ലഭിച്ചു. അവനിൽ ആശയക്കുഴപ്പമോ ഭയമോ ഇല്ലായിരുന്നു. കർത്താവ് അരുളി ചെയ്തു, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് വിശ്രമം നൽകും എന്ന്. അതെ, ഉറപ്പും വാഗ്ദാനവും കർത്താവ് ഇന്നും നിങ്ങൾക്ക് നൽകുന്നു. നമ്മുടെ ജീവിതകാലം മുഴുവൻ കർത്താവ് നമ്മുടെ മുന്നിൽ നടക്കും. ദൈവമക്കളെ, ജയിക്കുന്നവരായി മുന്നേറുക. കർത്താവ് നമുക്ക് മുൻപായി പോകുന്നത് എത്ര വലിയ അനുഗ്രഹമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യോശുവ 3 അധ്യായം 11 വാക്യം. ഇതാ സർവ്വഭൂമിക്കും നാഥനായവന്റെ നിയമപ്പെട്ടകം നിങ്ങൾക്ക് മുൻപായി യോർദാനിലേക്ക് കടക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സദൃശവാക്യങ്ങൾ 25-26 അധ്യായങ്ങൾ, വൈകുന്നേരം 2 കൊരിന്ത്യർ 9 അധ്യായം. ആമേൻ.